ഓവറായിട്ട് ആങ്സൈറ്റി ഉള്ള രക്ഷിതാക്കൾ കുട്ടിക്ക് സ്ട്രെസ് കൊടുക്കുക ചെയ്യുന്നത്. നിരന്തരം മാർക്കിനെ കുറിച്ച് കുട്ടിയെ ബോധവൽക്കരിച്ച് കുട്ടിയെ ഇങ്ങനെ സ്ട്രെസ് കൊടുത്ത് കൊണ്ടുപോകുന്ന രക്ഷിതാക്കളുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യരും യുണീക്കാണെന്നുള്ളതാണ്. എല്ലാ കുട്ടികളും ഇപ്പോൾ നമ്മൾ IQ കാണാനുള്ള ഇക്വേഷനൊക്കെ പറയാറുണ്ട് അല്ലേ, മെൻ്റൽ ഏജ് ബൈ ക്രോണോളജി ഏജ്. അതൊരു 100 ശരാശരി IQ എന്നൊക്കെ പറയാറുള്ളത്. അത് കൂടിയ കുട്ടികളുണ്ടാവും, കുറഞ്ഞ കുട്ടികളുണ്ടാവും. ഇനിയിപ്പോൾ അത് കൊഗ്നിറ്റീവ് ലെവൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം മെമ്മറിയാണ്. ഈ മെമ്മറിയുടെ തോതും വ്യത്യാസമാണ്. കാരണം ഞാൻ ഓർത്തിരിക്കുന്ന, അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം, ഞാൻ ഈ കവിതകളും ഒന്നും അതേ ലൈൻ ബൈ ലൈനായിട്ട് ഓർത്തിരിക്കാൻ എനിക്ക് സാധിക്കില്ല. പകരം അതിന് ആശയം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് വേറൊരു തരത്തിലാണ്. അപ്പോൾ ഈ കവിതകൾ ഇങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞത് മെമ്മറി കൂടുതലുള്ള ആളുകൾക്ക് ചില പ്രഭാഷകരൊക്കെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു തരത്തിലേക്കുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റാത്ത കുട്ടികളുമുണ്ട്. ഇപ്പോൾ മനഃശാസ്ത്രത്തിൽ തന്നെ ഫോർഗെറ്റിംഗ് കർവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ കേട്ടതിൻ്റെ ഒരു 50% 12 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു 70% 24 മണിക്കൂറിനുള്ളിലൊക്കെ മറന്നു പോകുന്നു എന്നുള്ളത് പല മനഃശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വ്യത്യസ്തരാണ്. ആ കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് രക്ഷിതാവ് ആദ്യം ചെയ്യേണ്ടത്. കാരണം എൻ്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അല്ലെങ്കിൽ എല്ലാ രക്ഷിതാവിനും ഫുൾ A+ വേണോ? പക്ഷേ എല്ലാവർക്കും ഫുൾ A+ കിട്ടില്ലല്ലോ. ആ കുട്ടിക്കുള്ള കഴിവ് ഏതിലാണെന്ന് രക്ഷിതാവ് തിരിച്ചറിയുന്നത് വരെ കുട്ടിയെ ആ ഒരു സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പഠിക്കാൻ ഇഷ്ടമുള്ള, പഠിക്കാൻ സമയം കണ്ടെത്തുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ, കൂടുതൽ പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ, അവരിലേക്ക് അത്തരത്തിൽ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് രക്ഷിതാവ് ചെയ്യേണ്ട ഒരു കാര്യം. എന്നാൽ നേരെ തിരിച്ചുണ്ട്, പഠിക്കാൻ പുസ്തകം പോലും തുറന്നു നോക്കാത്ത ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവരിലേക്ക് ചിലപ്പോൾ രക്ഷിതാവിൻ്റെ സ്ട്രാറ്റജി വേറെ ആയിരിക്കണം ഉണ്ടാവുക. അവരോട് നന്നായിട്ട് പഠിക്കാൻ തന്നെ രക്ഷിതാവ് ഒരു പക്ഷെ കൂടെ ഇരിക്കുകയോ മൊബൈൽ ഫോണിൽ നിന്ന് പോസ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പോസിബിൾ അല്ല. അപ്പോൾ പോസ് ചെയ്ത് വെച്ച് അവരുടെ കൂടെ ഇരുന്ന് ഇത് മനസ്സിലാക്കുക. അപ്പം നേരത്തെ സാറ് സൂചിപ്പിച്ച കോമ്പിറ്റൻസി എന്താണെന്ന് രക്ഷിതാവും മനസ്സിലാക്കണം.